മലയാള സിനിമയിൽ ഒരുപക്ഷെ ആൾക്കാരെ ആക്ഷേപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റങ്ങളിലൊന്ന് അവസരത്തിലും അനവസരത്തിലും അനാവശ്യമായ വാക്കുകളും വാചകങ്ങളും ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതെല്ലാ സിനിമകളുടെ പ്രത്യേകതയാണ്. അത് വേണ്ടാത്ത വാചകങ്ങൾ വേണമെങ്കിൽ അത് ചെറിയൊരു വിഭാഗത്തെ വേണേൽ ആകർഷിച്ചേക്കാം, ഒന്ന് ത്രസിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് അന്ന് ഒന്ന് കയറ്റി കൊടുത്തേക്കാം എന്നുള്ളത്. പക്ഷെ അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒരു തരി പോലും അതിനകത്തില്ല എന്നുള്ളത് അല്ല ചാക്കോച്ചൻ. ക്ലീൻ മൂവിയാണ്. മാത്രമല്ല ഒരു സട്ടിലായിട്ടുള്ളൊരു മെസ്സേജസും അത് പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ മഹേഷിന് ക്രെഡിറ്റ് ഉണ്ട്, പക്ഷെ ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒരാളെയും കൂടെ ഉണ്ട്. അദ്ദേഹത്തിനെയും കൂടി നമ്മൾ ഈ ഷോയുടെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി 2013 ഞാൻ കഥയും തിരക്കഥയും എഴുതിയ കന്യക ടാക്കീസ് എന്ന സിനിമയുടെ എഡിറ്റർ എന്ന നിലയിലാണ് മഹേഷ് ഏട്ടനെ ആദ്യമായി പരിചയപ്പെടുന്നത്. അന്ന് തുടങ്ങിയ സ്നേഹ സൗഹൃദത്തിൽ നിന്നാണ് ടേക്ക് ഓഫ് എന്ന മഹത്തായ സിനിമയുടെ തിരക്കഥ എഴുത്തിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. പാർവതിയോടാണ് എൻ്റെ ചോദ്യം. ടേക്ക് ഓഫ് എന്ന സിനിമയുടെ തിരക്കഥ എഴുതുമ്പോൾ പാർവതി പലതവണ ഫ്ലാറ്റിൽ വരികയും പാർവതി അവതരിപ്പിച്ച സമീറ എന്ന കഥാപാത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. വളരെ സങ്കീർണമായ ജീവിതാവസ്ഥകളിലൂടെ കടന്നുപോകുന്ന സമീറ എന്ന കഥാപാത്രത്തിൻ്റെ ആഴവും വ്യാപ്തിയും ഉൾക്കൊള്ളാൻ അന്ന് പാർവതിക്ക് കഴിഞ്ഞിരുന്നുവോ? ഇന്ന് ടേക്ക് ഓഫ് കണ്ടിറങ്ങുന്ന എല്ലാ പ്രേക്ഷകരും ഒരേ സ്വരത്തിൽ പറയുകയാണ് സമീറയായി പാർവതി ജീവിക്കുകയാണെന്ന്. വലിയ അംഗീകാരമാണ് പാർവതി. ഒരു ഞാനൊന്ന് ആഡ് ചെയ്യാം. അതായത് പാർവതി പറയുന്നതിന് മുമ്പ് പാർവതിക്ക് ഒരു ശ്വാസം എടുക്കാൻ ഒരു സമയം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സമീറയായിട്ടല്ല പാർവതി ഈ കഥയെ കേട്ടത്. ഈ കഥയെ ഒരു സ്ത്രീ ആയിട്ടാണ് കേട്ടത്. ഞാൻ പറയുന്നത് ഇപ്പം അതിനകത്ത് സമീറ എന്നുള്ളൊരു പേരില്ല, സമീറ ഒരു നേഴ്സല്ല, സമീറയ്ക്ക് ഒരു മതമില്ല, ഒന്നുമില്ല. അതൊക്കെ വരുന്നത് പിന്നീടാണ് വരുന്നത്. അപ്പം അതും കൂടെ നമ്മൾ മാനിക്കണം. കാരണം ആ ട്രാവൽ അത്രയും ഉള്ളിലുണ്ടായിരുന്നു. മഹേഷ് അത് എന്നോട് ആദ്യം കഥ പറയുന്നത്, അതായത് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ സിനിമ ആവുന്നതിന് മുമ്പേ ഒരു സ്ത്രീൻ്റെ കഥയായിരുന്നു പറഞ്ഞത്. അത് ഇപ്പോഴും ഈ സിനിമയിൽ അത് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. സോ ഷാജിന് ഉത്തരമായിട്ട് എനിക്കിത് ഇങ്ങനെയാണ് പറയേണ്ടത്. അത് കാര്യം ഒരു സ്ത്രീ എന്ന നിലയിൽ ഇതിൽ സമീറ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അതാണ് സമീറയുടെ അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീൻ്റെ ആകത്തുകതാണ്. എത്ര കാലമാണ് ഞാൻ ഇത്രയും ഒബ്ലിഗേഷൻസും ഈ പേടിയോടെയും ജീവിക്കേണ്ടത്? ജനിച്ചു കഴിഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് അച്ഛനോടും, പിന്നെ ഫൈസലിനോടും, മുൻ ഭർത്താവിനോടും, പിന്നെ ഇപ്പോൾ എൻ്റെ മൗനോടും ഞാൻ പേടിച്ചാണോ ജീവിക്കേണ്ടത് എന്നുള്ളതാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ജീവിക്കാൻ എപ്പോഴാണ് പറ്റുക എന്നുള്ളതാണ്. യു വിൽ ഹാവ് ടു സ്റ്റാർട്ട് ലിവിങ് ആസ് എ ഡോട്ടർ, ആസ് എ വൈഫ്, ആസ് എ മദർ. പിന്നെ പല 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 റോൾസ് ഉണ്ട് സ്ത്രീകൾക്ക്. അതൊന്നും തെറ്റാണെന്നല്ല, അതൊക്കെ എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. പക്ഷെ അതിലുപരി ഒരു വ്യക്തി എന്ന നിലയിലും ഒരു 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 സ്റ്റേറ്റസ് ഉണ്ട് എന്നുള്ളത് അതുമായിട്ട് ഒന്ന് പൊരുത്തപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ആളും കൂടെയാണ് സമീറ. സോ അതായിരുന്നു ആദ്യത്തെ കഥ. അതായിരുന്നു എന്നോട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സ്ത്രീൻ്റെ ജേണി, ഈ പേടികളിൽ നിന്നുള്ള അവരുടെ ഒരു ലിബറേഷൻ, ആ ഒരു മുക്തിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്നുള്ളത് മഹേഷും ഞാനും ആദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ അന്ന് എൻ്റെ യെസ് പോയത് അതിനോടായിരുന്നു. കാര്യം ഞാനും റിലേറ്റ് ചെയ്യുന്നുണ്ട് പല രീതിയിലും. ഇപ്പം സിനിമയിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സമീറയ്ക്ക് ഷഹീദിനോടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്താണ്, സമീറ ഇതിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു. പക്ഷേ ആസ് എ നേഴ്സ്, ആസ് എ വുമൺ, സമീറയുടെ പ്രശ്നങ്ങൾ അപ്പോഴും സിനിമ കഴിഞ്ഞാലും നിലനിൽക്കുകയാണ്. ആസ് ഇസ് വിത്ത് ഓൾ ഓഫ് ദീസ് പീപ്പിൾ. എന്നോട് ചാക്കോച്ചൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, എന്നാലും അവന് ഒന്ന് ചുറ്റിക്കളിക്കാനുള്ള സമയം കൊടുത്തില്ലല്ലോ ആ സിനിമയിൽ. ഞാൻ എത്ര അവസരം തന്നതാണ് ചാക്കോച്ച. ഇത്ര ടൈറ്റ് ആക്കിയിട്ട് സിനിമ പോകാൻ പാടില്ലായിരുന്നു. ഒരു 5-10 മിനിറ്റ് എപ്പോഴും പറയാറുള്ള കാര്യമാണ്. ശരിയല്ലേ അവിടെ എത്തിച്ചോ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് ചാക്കോച്ചൻ. എന്നിട്ട് ഇല്ല, ചെറിയ ഫിലിം എന്ന് പറഞ്ഞിട്ട് ചാക്കോച്ചനെ വിളിച്ചത് ഒരു വിദ്വാൻ നമ്മുടെ കൂടെ ചേരണമെന്ന് പറഞ്ഞു വാശി പിടിക്കുന്നു. ഹായ് പാർവതി. ബാംഗ്ലൂർ ഡേയ്സിലെ സാറ, ചാർലിയിലെ ടെസ, മൊയ്തീനിലെ കാഞ്ചനമാല, ഇപ്പം ഇതിൽ സമീറ. എവറി ക്യാരക്ടർ ഹാസ് എൻ ഐഡൻറ്റിറ്റി. വളരെ റെയറാണ് മലയാളത്തിൽ നമുക്കിങ്ങനെ നടിമാർ വളരെ ചൂസി ആയിട്ട് താരങ്ങളല്ലാതെ സിനിമയിൽ കാണാൻ പറ്റുന്നത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട് പാർവതിയെ അങ്ങനെ സ്ക്രീനിൽ കാണാൻ കഴിയുമ്പോൾ. ബിക്കോസ് നേരിട്ട് കാണുന്ന പാർവതിയും സ്ക്രീനിൽ പലപ്പോഴും കാണാൻ പറ്റിയിട്ടുള്ള പാർവതിയും രണ്ടാണ്. ഒരുപാട് നമുക്കറിയാം പാർവതി എടുക്കുന്ന പ്രിപ്പറേഷൻസൊക്കെ പ്രേക്ഷകർക്കും ഇപ്പം പലരും പറഞ്ഞറിയാം. എന്നാലും ഈ അറബി എങ്ങനെ ഇത്ര നന്നായി പഠിച്ചു?
ആരായിരുന്നു എൻ്റെ ടീച്ചർ, എളുപ്പമായിരുന്നോ, പിന്നെ വേറെന്തൊക്കെ പഠിച്ചു. ഞാൻ ആ സോങ്ങിലൊക്കെ സിനിമയിലെ പല കാര്യങ്ങളും നമുക്ക് ഇപ്പം നിങ്ങൾ സംസാരിച്ചു, പക്ഷേ ഈ തയ്ക്കുന്ന സമയത്തൊക്കെ ഒരു വീട്ടമ്മ തയ്ക്കുന്നതിൻ്റെ ഒരു ഈസിനെസ്സിൽ ലാൽ സാറ് ചില സീക്വൻസുകൾ അഭിനയിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഈസിനെസ് ഉണ്ടല്ലോ, അതേപോലെ അത്ര ഈസി ആയിട്ട് അത് പെർഫോം ചെയ്ത് കാണുമ്പം തീർച്ചയായിട്ടും ഒരു കൂടെ അഭിനയിച്ചിട്ടില്ലെങ്കിലും ഇതേ ഇൻഡസ്ട്രിയിൽ ഒരു ചെറിയ ആക്ടേഴ്സിനെ അവകാശപ്പെടാനുള്ള സ്പേസിൽ എത്തുന്ന ഒരാളായതുകൊണ്ടും ഒരുപാട് സന്തോഷവും അഭിമാനം തോന്നുന്നു പാർവതി. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ ആ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരണം. പാർവതി പണ്ട് തയ്യൽക്കാരി ആയിരുന്നോ? അതാണ് ആ ചോദിച്ച ചോദ്യം. അങ്ങനത്തെ ഒരു ടാലന്റും എനിക്കില്ല എന്നുള്ളത്. അജു ചോദിച്ച അറബിയുടെ കാര്യത്തില് അറബി പഠിച്ചിട്ടില്ല, പക്ഷെ അറബി ഡയലോഗ്സ് എങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് വി ഹാഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ജോ വളർന്നതൊക്കെ ഗൾഫ് രാജ്യങ്ങളിലായതുകൊണ്ട് നല്ല രീതിയിൽ നല്ല സ്പഷ്ടതയോടെ അറബി അറിയുന്ന ആളാണ്. ആൻഡ് ഓൾസോ ഒരു മലയാളം സ്ലാങ്ങുള്ള അറബിയാണ് നമുക്ക് വേണ്ടത്. വി കാൻ സ്പീക്ക് ലൈക്ക് അറബിക് പീപ്പിൾ. അവിടെ ജീവിച്ചിട്ടുള്ള സ്ത്രീ ആണെങ്കിലും ഒന്ന് നമ്മൾ കഴിഞ്ഞു പോകാൻ വേണ്ടി പഠിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ വി മെയ്ഡ് ഷുവർ ദാറ്റ് ഡ്യൂറിങ് ഡബിങ് ഓൾസോ ജോ ഹെൽപ്ഡ് അസ്. അതായത് ജോ ഉണ്ടായിരുന്നില്ല, പക്ഷേ വോയിസ് നോട്ട്സിലൂടെയും കറക്റ്റ് ഡിക്ഷൻ കറക്റ്റ് ആണോ, എന്തെങ്കിലും തെറ്റിപ്പോവോ നമുക്കറിയില്ലല്ലോ. ഒരു സിലബിൾ തെറ്റിപ്പോയാൽ അർത്ഥം മാറിയാൽ പ്രശ്നമാവും. സോ മഹേഷ് ആൻഡ് ജോ വർ ദ വൺസ് ഹു ഗേവ് മീ ദ ഡയലോഗ്സ് റിയലി വെൽ. അങ്ങനെയാണ് അറബി. അപ്പൊ എനിക്ക് ഫുള്ളായിട്ട് പോയി പഠിക്കേണ്ട ഒരു പാർവതി ഒരു നടി എന്ന നിലയിൽ ഒരു പക്ഷെ നമ്മൾ ചെറിയൊരു കാര്യം പോലും ഇപ്പം ചാക്കോച്ചൻ അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ചെയ്യുന്നൊരു ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ആ ചെറിയൊരു കാര്യത്തിൽ ഒരു മിതത്വം, തന്മയത്വം, അതിൻ്റെ നൈസർഗികത, സ്വാഭാവികത എന്നൊക്കെ പറഞ്ഞ സാധനം അങ്ങനെയൊക്കെ ചില വാക്കുകളുണ്ടല്ലോ, അതുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? പക്ഷെ അതല്ല അതിനകത്തെ ഫോക്കൽ പോയിന്റ് നമുക്കറിയാം. ഉദാഹരണം പറഞ്ഞാൽ പാർവതി തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തയ്പ്പിൻ്റെ കൈയുടെ എടുക്കലൊന്നും ഒരു പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് വരണമെന്നില്ല. പക്ഷേ നല്ലൊരു പ്രേക്ഷകൻ മുഖഭാവം മാത്രമല്ല, ആ കൈ വെക്കുന്ന രീതിയും വേണം ശ്രദ്ധിച്ചേക്കും. സമീറ എന്നെ സംബന്ധിച്ചിടത്തോളം തയ്ക്കുന്ന ഇത് 2-3 നമുക്ക് സോങ് കട്ട്സിലുള്ള ഷോർട്സ് ആണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം സമീറ അവിടെ തയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഷീ ഈസ് ഓൾവേസ് പ്ലാനിങ്. മഹേഷ് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സമീറയ്ക്ക് ഒരു സ്പീഡുണ്ട്. സമീറ സംസാരിക്കുന്നതിൻ്റെയും ഓടുന്നതിൻ്റെയും നടക്കുന്നതിൻ്റെയും അത് ചിന്തകളുടെ സ്പീഡാണ് സമീറയുടെ ദേഹത്തുള്ളത്. സോ വെൻ എ പേഴ്സൺ ഈസ് ഡൂയിങ് സംതിങ് they are also thinking and living. ഇല്ല, അങ്ങനത്തെ സാമ്യമൊന്നുമില്ല. സ്പീഡ് എനിക്ക് എന്റെ സംസാരങ്ങളിൽ വരാറുണ്ട്, പക്ഷെ ഞാൻ ആ മൾട്ടി ടാസ്കിങ് എബിലിറ്റി സമീറയ്ക്കുള്ളതൊന്നും എനിക്ക് എന്തായാലും ഇല്ല. പക്ഷെ ഞാൻ അപ്പം ആ ഒരു ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല തയ്ക്കാൻ. സോ ഐ എം നോട്ട് റിയലി ഡൂയിങ് ഇറ്റ്. ഞാൻ അമർത്തിക്കൊണ്ടിരിക്കുന്നു. ഒന്നുമില്ല. ഞാനത് തയ്ച്ചോണ്ടിരിക്കുന്ന നൈറ്റിയിൽ ക്രിസ് ക്രോസ് ആണ് സാധനം വന്നോണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഞാനതില് ആക്ടിങ് ഈസ് ടെല്ലിങ് എ വെരി ഗുഡ് ലൈ എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും നല്ല വിശ്വസിച്ചുകൊണ്ട് കള്ളത്തരം പറയാം. എങ്ങനെ ആൾക്കാരെ വിശ്വസിപ്പിച്ചുകൊണ്ട് കള്ളം പറയാൻ പറ്റും, അത്രേ ഉള്ളൂ. അതാണ് ദാറ്റ് ഈസ് ആക്ടിങ്. മാത്രമല്ല പാർവതി എവിടെയോ പറഞ്ഞതായിട്ട് ഞാൻ എൻ്റെ അടുത്ത് ഒരാൾ ഒരു സ്ക്രിപ്റ്റ് കൊണ്ട് തന്നു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ ആൾക്കാരോടൊക്കെ മുഖത്ത് നോക്കി കള്ളം പറയാൻ എനിക്ക് ഒരു മടിയില്ല. ഒരു മടിയില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. അതെ, ഈ പടച്ചോനെ ഇതൊക്കെ കള്ളമാണോന്നൊരു എനിക്ക് സംശയമാണ്. പിന്നെ അത് കഴിഞ്ഞ 2ാമത്തെ ഡയലോഗ് എനിക്ക് അത് ഒട്ടും പിടിയിട്ടില്ല ചാക്കോച്ച. പക്ഷെ ക്യാമറ നോക്കി കഴിഞ്ഞാൽ ഞാൻ സത്യമാണെന്ന് പറയുന്ന പോലെ കള്ളം പറയുന്നു. അപ്പൊ അങ്ങനെ അർത്ഥം അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ഈ കുട്ടിക്ക് സത്യം പറയാൻ ഒരു സമയം കിട്ടുന്നില്ലേ? അതല്ല, കേൾക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ എന്നോട് ചോദിക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാരും ബ്രിട്ടാസിന്റെ സപ്പോർട്ട്, എല്ലാരും ഇവിടെ ഉണ്ട്. യു ആർ ഹിയർ ഫോർ യു. സോ ദി തിങ് ഈസ് ആക്ടിങ് ഈസ് ടെല്ലിങ് എ ഗുഡ് ലൈ എന്നുള്ളതാണ്. ഇപ്പം മറ്റേ നമ്മുടെ ധനാനദാസൊക്കെ പറഞ്ഞില്ലേ, ആക്ടിങ് ഈസ് റിയാക്ടിങ് എന്നാണല്ലോ സ്റ്റാൻസ്ലവ്സ്കി പറഞ്ഞതെന്നൊക്കെ പറയുന്ന പോലെ. ക്യാമറയോട് കള്ളം പറയാൻ പറ്റില്ല. യു ക്യാൻ നോട്ട് ഫേക്ക് ഇറ്റ് കംപ്ലീറ്റ്ലി. ഓഫ് കോഴ്സ് ഫേക്കിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ക്യാമറ പൊസിഷനിൽ വന്ന് നിൽക്കണം. അത് ആ സമയത്ത് തന്നെ ലുക്ക് ചിലപ്പോൾ ആക്ടർ ഉണ്ടാവില്ല. നമ്മളൊരു കാർഡ്ബോർഡിനോട് നോക്കിയിട്ടായിരിക്കും പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
പക്ഷേ എന്നെ ഉദ്ദേശിച്ചല്ലോ. yes. No. It's just that you know what I mean. You understood, no? You understood. അല്ല അപ്പം എന്താന്ന് വെച്ചാൽ പക്ഷെ നമ്മൾ ഇമോട്ട് ചെയ്യുന്ന ഫീലിംഗ് കറക്റ്റ് ആയിരിക്കണം, റിയൽ ആയിരിക്കണം. ഇപ്പൊ എനിക്ക് പാർവതി എന്ന നിലയിൽ ഞാൻ പലതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പം സമീറായിട്ട് പലതും പറയേണ്ടി വരുന്നത് ഓൺ ലൊക്കേഷൻ. അപ്പം എന്റെ ഐ കനോട്ട് ലൈ ലൈക്ക്